വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റ് ഇയർ ലോ സ്റ്റുഡൻസിന് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഏത് ഗൈഡാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഗൈഡുകൾ പഠിച്ചാൽ ലെക്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എക്സാം പാസ്സാവോ അല്ലെങ്കിൽ റാങ്ക് വാങ്ങിക്കും, അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. 2-3 പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ളൊരു റിപ്ലൈ ആണ് ഇതെന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3-4 ഗൈഡ്സ് ഉണ്ട്. സോ ഈ ഗൈഡുകൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവും. അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റും അതുപോലെ ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. സോ അല്ല നിങ്ങൾക്ക് ഗൈഡ് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി. എക്സാം നിങ്ങൾ പാസ്സാവും. ആൻഡ് ഓൾസോ വേണമെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് വാങ്ങിക്കാം. അപ്പം ഏതൊക്കെയാണ് ആ ഗൈഡുകളെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഒരു സിമ്പിൾ വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, കേരളത്തിൽ പഠിക്കുന്ന ലോ സ്റ്റുഡൻസ് ആണെങ്കിൽ, കേരളത്തിന് പുറത്ത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിവേ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ലോ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു ലെക്ചർ നോട്ടുണ്ട് ഒരാളുടെ AKN അനിൽ K നായർ. പുള്ളിക്കാരൻ്റെ ലെക്ചേഴ്സ് എന്ന് പറയുന്നത് സൂപ്പറാണ്. സോ ഇത് AKN വെച്ച് ഞാൻ ഇതുവരെ സാറിൻ്റെ നോട്ട്സ് ഞാൻ പഠിച്ചിട്ടില്ല, ബട്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് സ്പെഷ്യൽ കോൺട്രാക്റ്റിൻ്റെ AKൻ്റെ ലെക്ചർ നോട്ട്സ് ആണ്. സോ എനിക്ക് AKൻ്റെ പേഴ്സണലി എനിക്കിത് പഠിക്കാൻ കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട്. പക്ഷേ ഇത് പഠിച്ച് റാങ്ക് വാങ്ങിക്കുന്നവരാണ് മെജോറിറ്റി ആൾക്കാരും, കേട്ടോ. അപ്പം ആദ്യത്തെ ഗൈഡ് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഇറ്റ്സ് AKNൻ്റെ ലോ നോട്ട്സുകളുണ്ട്. സോ എല്ലായിടത്തും ലോ ബുക്സ് ഉള്ള എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്, കേട്ടോ. ഓക്കെ, സോ ഇതാണ് AKൻ്റെ ഫസ്റ്റ് ഗൈഡ്. ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് AKൻ്റെ ആണ്. രണ്ടാമത് വരുന്നത് രേഖ സൂര്യ റാവോയുടെ ഏഷ്യ ലോ ഹൗസിൻ്റെ പബ്ലിക്കേഷൻ ആണ്, കേട്ടോ. സോ അത് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിലൊക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്സ് ഫസ്റ്റ് ഇയർ എല്ലാ ഇയറിലും ഞാൻ ലോ പേപ്പർ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാറുണ്ട്. അല്ലാതെ ഗൈഡ്സും മാക്സിമം ഞാൻ വാങ്ങിക്കാറുണ്ട്. ഓക്കെ, എക്സാമിന് മെയിനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ദറ്റ് ഇസ് ലോ ഓഫ് എവിഡൻസിൻ്റെ രേഖ സൂര്യയുടെ ഏഷ്യ ലോ ഹൗസ് പബ്ലിക്കേഷൻ്റെ ബുക്കാണ്, കേട്ടോ. സോ ഇത് സൂപ്പർ ഗൈഡാണ് ഗൈസ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. മെജോറിറ്റി AKN കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന AKനോടൊപ്പം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്കറിയുന്നുള്ള എല്ലാവരും AKN ആണ് എടുക്കുന്നത്. AKN കുറച്ചുകൂടെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. നമുക്കും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടും. ആൻഡ് ഓൾസോ അതുപോലെ തന്നെയാണ് രേഖ സൂര്യയുടെ എക്സാംസ് സിലബസിലുള്ള എല്ലാ പോർഷൻസും എല്ലാ സിലബസും കവർ ചെയ്താണ് രേഖ സൂര്യ ഉള്ളത്. ഓക്കെ, സോ ഇതാണ് ഏഷ്യ ലോ ഹൗസ് പബ്ലിക്കേഷൻ. മാറിപ്പോകരുത്. ഞാൻ ഇടയ്ക്ക് ഒരെണ്ണം ഇത് ശ്രദ്ധിക്കാതെ വേറൊരെണ്ണം എടുത്തു, ഞാൻ മൂഞ്ചിപ്പോയി ഗൈസ്. സോ ഏഷ്യ ലോ ഹൗസിൻ്റെ തന്നെയാണോ എന്ന് നോക്കിയിട്ട് എടുക്കുക. രേഖ സൂര്യ റാവ്. ഓക്കെ, എല്ലാം സിലബസ് പക്കയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തെ ഗൈഡ് എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം അക്കാഡമി ഓഫ് ലീഗൽ പബ്ലിക്കേഷൻ്റെ ബുക്സുകളുണ്ട്. ഇതും എക്സാം സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഗൈഡാണ്, കേട്ടോ. ഇതും ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നതാണ്. സോ എനിവേ AKനോടൊപ്പം ഞാൻ രേഖ സൂര്യൻ ഇടാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ വരുന്ന ഞാൻ കൊടുക്കുന്നത് നമ്മുടെ അക്കാഡമി പബ്ലിക്കേഷൻ്റെ ആണ്, കേട്ടോ. സോ അക്കാഡമിയിലുള്ള കുട്ടികളെല്ലാവരും ഇത് വെച്ചൊക്കെ തന്നെയായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ AKN വെച്ചായിരിക്കും. സോ എനിവേ ഈ ഗൈഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാം. ആൻഡ് ഓൾസോ വേണമെങ്കിൽ നിങ്ങൾക്ക് റാങ്കും വാങ്ങിക്കാം. ഓക്കെ, അപ്പം ഇതാണ് 3 ഗൈഡുകളെന്ന് പറയുന്നത്. ഇനി എസ്പെഷ്യലി ഫോർ തിരുവനന്തപുരം ലോ കോളേജിലെ കുട്ടികളാണെങ്കിൽ, ഫസ്റ്റ് ഇയർ ലോ സ്റ്റുഡൻസ് ആണെങ്കിൽ, നിങ്ങൾക്ക് സജികുമാർ സാറിന് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇനി എൻട്രൻസ് എഴുതി ലോ കോളേജിൽ കയറാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നമ്മുടെ സാറുണ്ട്, സജികുമാർ സാറിൻ്റെ നോട്ട്സ് വെച്ച് പഠിച്ചാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് 4 ഗൈഡ്സ്, 4 ലെക്ചർ നോട്ട്സ് എന്നൊക്കെ പറയാം, നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സ്. ഇനി ഗൈഡല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കാണ് ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്സുകളുണ്ട്. ഭാഗ്യ, ശുക്ല, PD മഹാജൻ, അങ്ങനെ ഒരുപാട് മോണി ആൻഡ് ഉഷ, അങ്ങനെ ഒരുപാട് പേരുടെ ടെക്സ്റ്റ് ബുക്സുകളുണ്ട്. ഞാനൊക്കെ ടെക്സ്റ്റ് ബുക്സുകൾ വാങ്ങിക്കാറുണ്ട്. അതായത് എസ്പെഷ്യലി ലോ പേപ്പേഴ്സുകൾക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്സ് വാങ്ങിക്കാറുണ്ട്. കാരണം നമുക്ക് എക്സാം കഴിഞ്ഞിട്ടും 5 ഇയർ കഴിഞ്ഞിട്ടും ആവശ്യം വരുന്ന
സംഭവമാണല്ലോ ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ലോ മാക്സിമം ടെക്സ്റ്റ് വാങ്ങിക്കും, പിന്നെ കൂടെ ഗൈഡും വാങ്ങിക്കാറുണ്ട്. അപ്പം ഇത് വന്നിട്ട് ദുർഗാ ബാസുവിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതുപോലെ ബത്തൂക്ക് ലാലിൻ്റെ ലോ ഓഫ് എവിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ലോ ഓഫ് എവിഡൻസ് ടെക്സ്റ്റ് ബുക്കും വാങ്ങിച്ചു, അതുപോലെ ഗൈഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എക്സാമിനും കുറേ നാൾ മുന്നേ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ആളാണെങ്കിൽ രണ്ടും ഇരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇതും നോക്കാം, ഇതിലൊരുപാട് റെഫർ ചെയ്ത് നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ. പിന്നെ ഉഷാൻ മണിയുടെ ലീഗൽ ലാംഗ്വേജ് എനിക്കുണ്ടായിരുന്നു. സോ ഇത് പുതിയതുപോലെ ഇരിപ്പുണ്ട്, കാരണം ഞാൻ വാങ്ങിച്ചത് ഇതല്ല യൂസ് ചെയ്തത്, മൈനേനിയുടെ ലീഗൽ ലാംഗ്വേജ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത് ഞാൻ ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ലോ ഓഫ് ടോട്ട്സിന് ഞാൻ ബാങ്കിയുടെ ടെക്സ്റ്റാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് ഇയർ ഫുൾ ഞാൻ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്തത് കേട്ടോ. സോ ലോ ഓഫ് ടോട്ട്സിൻ്റെ ബാങ്കിയ സൂപ്പർ ടെക്സ്റ്റാണ്. എനിക്ക് ബാങ്കിയ മൈനേനിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ എക്സാമിന് മുന്നേ നേരത്തെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നല്ല മാർക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതും ഗൈഡ് പഠിച്ച് എഴുതുന്നവരും അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഗൈസ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻഫർമേഷൻസ് കിട്ടും. ഗൈഡ് പഠിച്ചെഴുതാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചുകൂടെ മാർക്ക് കിട്ടും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. സോ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നവരാണ് ഭയങ്കര ആൾക്കാർ, ഗൈഡ് പഠിക്കുന്നവർ എക്സാമിന് മാത്രം അങ്ങനെ ഇതില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസും നോളജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കും കൂടെ റെഫർ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. പിന്നെ അതുപോലെ വി.ഡി. മഹാജൻ്റെ ജൂറിസ്പ്രുഡൻസ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത ടെക്സ്റ്റ് ബുക്കുകൾ. ഇനിയുണ്ട് ഒരുപാട് ഇൻഫർമേഷൻസും. അതുപോലെ എക്സാമിനും കുറേ മുന്നേയൊക്കെ നിങ്ങളിങ്ങനെ റെഫർ ചെയ്ത് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും വാങ്ങിക്കുക, ഗൈഡും വാങ്ങിക്കുക, രണ്ടും മാറി മാറി പഠിക്കുക. അതൊരു രസമാണ്. അല്ലാതെ നമുക്ക് എക്സാമിന് മാത്രം എക്സാം ആണല്ലോ എനിവേ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ 4 ഗൈഡ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സോ വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ ഗൈസ്. സോ ഹാപ്പി സ്റ്റഡി.